ഹായ് പ്രിയമുള്ള സുഹൃത്തുക്കളെ, കഴിഞ്ഞ ദിവസം ഹിജാബിന്റെ പേരിൽ ഒരു പെൺകുട്ടിയെ ഉപദ്രവിക്കാൻ വേണ്ടി വന്ന സമയത്ത് ക്യാമ്പസിൽ വെച്ച് വസ്ത്രം ഊരിയെറിഞ്ഞ് അവൾ പ്രതിഷേധിച്ചിരുന്നു. അടിവസ്ത്രം മാത്രം ധരിച്ച് കോളേജ് ക്യാമ്പസിലൂടെ നടന്നു നീങ്ങിയ പെൺകുട്ടിയുടെ ചിത്രവും വാർത്തയും വൈറലായിരുന്നു. മഹ്സാമിനി എന്ന് പറയുന്ന 22കാരി ശരിയാവണ്ണം ഹിജാബ് ധരിച്ചില്ല എന്ന കാരണത്താൽ തല്ലിക്കൊല്ലുകയായിരുന്നു നമ്മുടെ കൊമേനി സർക്കാർ ഇറാനിൽ ചെയ്തത്. അതിന്റെ പേരിലുള്ള പ്രതിഷേധം 2 വർഷം നീണ്ടു. അതൊന്ന് അവസാനിക്കാം. എന്നിട്ട് ഇപ്പോഴും അവസാനിച്ചിട്ടുള്ള തുടരുകയാണ്. ആ സാഹചര്യത്തിലാണ് ഈ പെൺകുട്ടിയെ ഇപ്പോൾ കാണാനില്ല എന്ന വാർത്ത പ്രചരിക്കുന്നത്. ക്യാമ്പസിനകത്ത് അർദ്ധനഗ്നയായി പെൺകുട്ടി നടന്ന് തന്റെ പ്രതിഷേധം രേഖപ്പെടുത്തി. പക്ഷെ ആ പെൺകുട്ടിക്ക് ഇപ്പോൾ എന്താണ് സംഭവിച്ചത് എന്നറിയാതെ വീട്ടുകാരും ആശങ്കയിലാണ്. കൊമേനി പോലീസ് പിടിച്ചു കൊണ്ടുപോയോ, കൊന്നോ, ജയിലിലിട്ടോ, ഏതെങ്കിലും തടവറയിൽ മാറ്റിപ്പാർപ്പിച്ചിട്ടുണ്ടോ, അതോ മതകോടതി റൂമിനകത്തിട്ട് മതമര്യാദകൾ പഠിപ്പിക്കുകയാണ്? ഹിജാബിനെ ചൊല്ലി ഇന്ത്യയിൽ അടക്കം ഒരുപാട് വിവാദങ്ങൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഹിജാബ് ചോയ്സ് ആണ് എന്ന വാദം ഉയർത്തിയാണ് കേരളത്തിലെ ഇസ്ലാമിസ്റ്റുകൾ പോലും പ്രതിരോധം തീർത്തത്. എന്നാൽ ഇടൽ മാത്രമാണ് ചോയ്സ് എന്നും ഊരൽ ചോയ്സിൽ പെട്ടതല്ലെന്നും ഇതിനകത്ത് കയറി കഴിഞ്ഞിട്ട് ഇവർക്ക് മനസ്സിലാവും. ഇസ്ലാമിലേക്ക് വരൽ വളരെ ഈസിയാണ്. ഇൻകമിങ് മാത്രമേ നമ്മൾ പ്രോത്സാഹിപ്പിക്കൂ. ഔട്ട് ഗോയിങ്ങെ നമ്മൾ പ്രോത്സാഹിപ്പിക്കില്ല എന്ന് മാത്രമല്ല, അത്തരക്കാരെ എങ്ങനെയാണ് വകവരുത്തേണ്ടതെന്ന് നമുക്കറിയാം. എന്നാൽ ഇസ്ലാമിക കാർക്കശ്യത്തിന്റെ അവസാന വാക്കായ ഇറാനിൽ ഹിജാബ് നിർബന്ധമാണ് എന്ന് മാത്രമല്ല, അത് ഇടാത്ത ആളുകളെ മാനസിക രോഗികളായി ചികിത്സിക്കുന്ന അവസ്ഥ പോലും ഇന്ന് വന്നിരിക്കുന്നു. ഹിജാബ് നിയമങ്ങൾ ലംഘിക്കുന്നവരെ ചികിത്സിക്കുന്നതിന് വേണ്ടി ക്ലിനിക്കുകൾ ആരംഭിക്കുമെന്ന പ്രഖ്യാപനമാണ് ഇപ്പോൾ ഇറാൻ നടത്തിയിരിക്കുന്നത്. ഹിജാബ് റിമൂവൽ ട്രീറ്റ്മെന്റ് ക്ലിനിക്ക് എന്ന പേരിലാണ് ചികിത്സാ കേന്ദ്രങ്ങൾ ആരംഭിച്ചിരിക്കുന്നത് എന്ന് ഇറാൻ വനിതാ കുടുംബക്ഷേമ വകുപ്പ് മേധാവിയായ മെഹ്രി തലേബി അറിയിച്ചതായി അന്താരാഷ്ട്ര മാധ്യമങ്ങൾ റിപ്പോർട്ട് ചെയ്യുന്നു. ഹിജാബ് നീക്കം ചെയ്യുന്ന സ്ത്രീകൾക്കു വേണ്ടി ശാസ്ത്രീയവും മനഃശാസ്ത്രപരവുമായ രീതിയിലുള്ള ചികിത്സ ഈ ക്ലിനിക്കുകൾ വഴി നൽകുമെന്നാണ് മെഹ്രി തലേബി അവകാശപ്പെടുന്നത്. ക്ലിനിക്കിന്റെ മേൽനോട്ടം വഹിക്കുന്നവർ ഇറാൻ പരമോന്നത നേതാവ് അലി ഖൊമേനിക്ക് റിപ്പോർട്ടുകൾ നൽകും. ഇസ്ലാമിക് ആസാദ് യൂണിവേഴ്സിറ്റിയിലെ അഹൂദര്യോയ് എന്ന വിദ്യാർത്ഥിനി ആൾക്കൂട്ടത്തിന് നടുവിൽ അടിവസ്ത്രം മാത്രം ധരിച്ച് ഹിജാബിനെതിരെ പ്രതിഷേധിച്ചതാണ് ഇറാനെ ചൊടിപ്പിച്ചത്. നേരത്തെ ഹിജാബ് ശരിയായി ധരിച്ചില്ല എന്നാരോപിച്ച് സദാചാര പോലീസ് സർവകലാശാലയ്ക്കുള്ളിൽ വെച്ച് തന്റെ വസ്ത്രങ്ങൾ വലിച്ചു കീറിയത് തനിക്ക് ഉൾക്കൊള്ളാൻ കഴിഞ്ഞിരുന്നില്ല എന്നാണ് അർദ്ധനഗ്നയായ പെൺകുട്ടി പറഞ്ഞത്. ഉൾവസ്ത്രം മാത്രം ധരിച്ച് ഭരണകൂടത്തെ വെല്ലുവിളിച്ചാണ് തനിക്കേറ്റ അപമാനത്തെ അഹൂദര്യോയി മായ്ച്ചു കളഞ്ഞത്. ഇപ്പോൾ അവൾ എവിടെയാണെന്ന് ആർക്കും അറിയില്ല. പോലീസ് അറസ്റ്റ് ചെയ്ത് നീക്കിയ അഹൂദര്യോയ്ക്ക് മാനസിക വിഭ്രാന്തിയാണ് എന്ന് ഭരണകൂടം പറയുന്നു. മാനസിക പ്രശ്നങ്ങൾക്ക് ചികിത്സിക്കുന്ന ഏതോ ആശുപത്രിയുടെ ഇടനാഴിയിലായിരിക്കാം അവൾ ഇന്നുള്ളത്. മഹ്സാമിനിയെ പോലെ നാളെ അഹൂദര്യോയും ദുരൂഹ സാഹചര്യത്തിൽ കൊല്ലപ്പെട്ടേക്കാം. അതല്ലെങ്കിൽ ഏകാന്ത തടവിൽ വർഷങ്ങളോളം കഴിഞ്ഞ് മാനസിക നില തെറ്റിയവളായി മാറിയേക്കാമെന്നാണ് സോഷ്യൽ മീഡിയ പറയുന്നത്. നമുക്കറിയാം, വിദ്യാർത്ഥിനിയായ മഹ്സാമിനിയെ സദാചാര പോലീസ് മർദ്ദിച്ചു കൊന്നതിനെ തുടർന്ന് 2 വർഷം മുമ്പ് ഇറാൻ ഇളകി മറിഞ്ഞിരുന്നു. അന്ന് സ്ത്രീകൾ, ജീവിതം, സ്വാതന്ത്ര്യം എന്ന് അർത്ഥം വരുന്ന സാൻ സിന്ദഗി ആസാദി എന്ന മുദ്രാവാക്യങ്ങൾ ഉയർത്തി ആയിരക്കണക്കിന് സ്ത്രീകളാണെന്ന് തെരുവിൽ ഇറങ്ങിയത്. പൂർണ്ണ നഗ്നരായി പെൺകുട്ടികളും സ്ത്രീകളും കൊമേനിയുടെ രേഖാചിത്രം തയ്യാറാക്കി കത്തിക്കുകയും ഖുർആനും ഇതര മതഗ്രന്ഥങ്ങളും ഹിജാബുമൊക്കെ ഇട്ട് കത്തിച്ച് തലമുടി മുറിച്ചുമൊക്കെ ഈ വിഷയത്തിൽ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാക്കി. ഈ പ്രക്ഷോഭത്തിൽ 16നും 24 വയസ്സിനും ഇടയിലുള്ള 400-ലേറെ പെൺകുട്ടികളെയാണ് പോലീസും സൈന്യവും ഒക്കെ തല്ലിയും വെടിവെച്ചും കൊന്നൊടുക്കിയത്. ഇത് പുറത്തു വന്ന റിപ്പോർട്ട് മാത്രമാണ് 400. ആയിരക്കണക്കിന് ആളുകളെയാണ് ജയിലിനകത്ത് കൂട്ടിയിട്ട് കത്തിച്ചത്. 25,000 പേരാണ് അറസ്റ്റിലായത്. ഇതിലേറെയും സ്ത്രീകളായിരുന്നു. ഇതും ലോക ചരിത്രത്തിലെ അപൂർവങ്ങളിൽ അപൂർവമാണ്. ഒരു പാർട്ടിയുടെയും ഒരു സംഘടനയുടെയും ആഹ്വാനമില്ലാതെ
തങ്ങളുടെ ജീവിത അനുഭവങ്ങളുടെ അടിസ്ഥാനത്തിൽ വനിതകൾ തെരുവിലിറങ്ങുകയാണെങ്കിൽ അവരെത്രമാത്രം അനുഭവിച്ചു എന്ന് ലോക ചരിത്രങ്ങൾ എഴുതി വെക്കും ഇറാന്റെ പേര്. ഒരു മനുഷ്യാവകാശ പ്രശ്നമായി തുടങ്ങിയ ഈ സമരം വളരെ പെട്ടെന്നാണ് ഇറാനിലെ ഭരണകൂടത്തിനെതിരായ സമരമായി മാറിയത്. ഇപ്പോൾ അത് ഇസ്ലാമിനെതിരായ സമരമായി മാറി. ഞങ്ങൾക്ക് പള്ളിയും വേണ്ട, ഖുർആനും വേണ്ട എന്നുവരെ ഒരു ഘട്ടത്തിൽ സമരക്കാർക്ക് ഉയർത്തി പ്രതിഷേധത്തിൽ മുദ്രാവാക്യങ്ങൾ മുഴക്കേണ്ടി വന്നു. ഇറാന്റെ മതനേതാവായ അയത്തുല്ലാ ഖൊമേനിയുടെ വരെ ചിത്രങ്ങൾ നിന്ന് കത്തി. ഏറെ പണിപ്പെട്ടാണ് ഇറാൻ ഭരണകൂടം ആ സമരത്തെ അടിച്ചൊതുക്കിയത്. അതിന്റെ 2ാം വാർഷികത്തോടനുബന്ധിച്ചിട്ടാണ് ഉൾവസ്ത്രങ്ങൾ മാത്രം ധരിച്ച് ക്യാമ്പസിലെത്തി അഹൂദരിയോയുടെ പ്രതിഷേധം നടന്നത്. നിമിഷങ്ങൾ കൊണ്ടാണ് ആ പെൺകുട്ടിയും വൈറലായത്. സോഷ്യൽ മീഡിയയിൽ ആയിരക്കണക്കിന് ആളുകൾ പെൺകുട്ടിക്ക് ഐക്യദാർഢ്യവുമായി എത്തി. ഹിജാബ് അടക്കമുള്ള മതനിയമങ്ങളെ എതിർക്കുന്നു എന്നാണ് ഇറാനിലെ 72% ആളുകളുടെയും അഭിപ്രായം. ഒരു അഭിപ്രായ സർവേയിൽ അവരൊക്കെ തുറന്നു പറഞ്ഞു അവരുടെ അഭിപ്രായങ്ങൾ. ഇതോടെയാണ് കർശനമായ അടിച്ചമർത്തലുമായി ഇറാൻ ഭരണകൂടം രംഗത്ത് വന്നത്. ഇസ്രായേലിൽ നിന്ന് കിട്ടിയ കനത്ത തിരിച്ചടിയും മോശം സാമ്പത്തിക നിലയുമൊക്കെയായി പരുങ്ങലിലായ ഇറാൻ അവിടത്തെ അങ്ങാടിയിൽ തോറ്റതിന് ഇവിടത്തെ സ്ത്രീകളുടെ മേലെ അങ്ങാടിയിൽ തോറ്റാൽ അമ്മയോടെന്ന് പറയുന്നത് പോലെ ഇവിടെയാണ് അവർ അവരുടെ അരിശം തീർക്കുന്നത്. ഇന്റർനെറ്റ് നിയന്ത്രിച്ചും സോഷ്യൽ മീഡിയ വിലക്കിയും സ്ത്രീകൾ നേരത്തെ തന്നെ നിശ്ചയിച്ച സ്ഥലത്ത് ഒത്തുകൂടിക്കൊണ്ട് ഭരണകൂടത്തിൽ നിന്നുണ്ടാകുന്ന തലവേദന ചെറുതല്ല. സോഷ്യൽ മീഡിയയിലൂടെ ആഹ്വാനം ചെയ്ത് സ്ത്രീകളും പെൺകുട്ടികളും ഒരു സ്ഥലം നിശ്ചയിക്കുകയും അവിടെ ഒത്തുകൂടുകയും ചെയ്ത് അവിടെയാണ് ഭരണകൂട ഭീകരതയ്ക്കെതിരെ അവർ പ്രതിഷേധ പ്രകടനങ്ങൾ ഉണ്ടാക്കുന്നതും അവർ ഒരുമിച്ച് നിന്ന് ഖുർആൻ കത്തിക്കുന്നതും പ്രതിഷേധ പ്രകടനങ്ങളും മുദ്രാവാക്യങ്ങളും ഒക്കെ മുഴക്കുന്നത് അവിടെയാണ്. ഇത് ഭരണകൂടത്തിന് വല്ലാത്ത പ്രകോപനമാണ്. കടലാസ് തുണ്ടുകളിൽ സന്ദേശം എഴുതി വീടുകളിൽ എത്തിച്ചിട്ടാണ് അവർ ഒത്തുകൂടുന്നത് തന്നെ. ഇസ്ലാമിക് റിപ്പബ്ലിക് വീഴുകയാണ്, ജനങ്ങൾക്കൊപ്പം ചേരൂ എന്നാണ് ഈ തുണ്ടുകടലാസുകളിൽ അവർ എഴുതി വെക്കുന്നത്. ഇതോടെയാണ് ഇനി ഹിജാബ് ധരിക്കാത്തവരെ മാനസിക രോഗികളായി ചിത്രീകരിക്കാനുള്ള ശ്രമവും അതിനുള്ള ക്ലിനിക്കുകളും ഇറാൻ തുടങ്ങിയത്. ഇറാനെതിരെ നിരവധി മനുഷ്യാവകാശ പ്രവർത്തകരാണ് വിമർശനവുമായി രംഗത്ത് വന്നത്. ഹിജാബ് ധരിക്കില്ല എന്ന് പറയുന്ന സ്ത്രീകളുടെ ആത്മാഭിമാനത്തെ ചോദ്യം ചെയ്യുന്ന നീക്കമാണിതെന്നാണ് ഇറാനിലേത്. ഇതാണ് അവർ അഭിപ്രായപ്പെടുന്നത്. അന്താരാഷ്ട്ര മനുഷ്യാവകാശ പ്രവർത്തകർ ചൂണ്ടിക്കാണിക്കുന്നതും അവരുടെ ആത്മാഭിമാനത്തെ ഇറാൻ ചോദ്യം ചെയ്യുന്നു എന്ന് തന്നെയാണ്. നീക്കം ഒരിക്കലും ഇസ്ലാമിക നിയമങ്ങളെ അടിസ്ഥാനമാക്കിയുള്ളതല്ല എന്ന് ഇറാനിലെ അഭിഭാഷകനായ ഹുസൈൻ റയാസി വിമർശനം ഉന്നയിക്കുന്നുണ്ട്. ഹിജാബ് നിയമങ്ങൾ എങ്ങനെയെങ്കിലും അടിച്ചമർത്താൻ ഒരു വിഭാഗം ആളുകൾ ശ്രമിക്കുമ്പോൾ അടിച്ചേൽപ്പിക്കാനാണ് ഭരണകൂടം നോക്കുന്നത്. വൈദ്യുതി ഉൾപ്പെടെയുള്ള അടിസ്ഥാന അസൗകര്യ പ്രശ്നങ്ങൾ മനഃപൂർവ്വം മറച്ചുവെക്കുന്നു. എന്നിട്ട് ഇവർ ഹിജാബാണ് ഇവരുടെ പ്രശ്നം മതമാണ്. സ്വന്തം ജനതയ്ക്ക് സുരക്ഷിതത്വം ഒരുക്കാൻ പോലും സാധിക്കാത്ത ഖൊമേനി സർക്കാർ മതത്തിന്റെ പിന്നാലെ സ്ത്രീകളെ വേട്ടയാടി പിടിക്കുകയാണ്. ഇത് ഇസ്ലാമിക നിയമമല്ലെന്നും ഇറാനിലെ നിയമങ്ങളെ അടിസ്ഥാനപ്പെടുത്തിയതല്ലെന്നും മനുഷ്യാവകാശ അഭിഭാഷകനായ ഹുസൈൻ റയീസി പറയുന്നു. പരമോന്നത നേതാവായ അയത്തുല്ലാ അലി ഖൊമേനിയുടെ അധികാരത്തിന് കീഴിൽ പുണ്യം പ്രോത്സാഹിപ്പിക്കുന്നതിന് വേണ്ടിയാണ് ഇത്തരം പരിഷ്കാരങ്ങൾ എന്നും അദ്ദേഹം പരിഹസിച്ചു. വനിതാ കുടുംബക്ഷേമ വകുപ്പ് ഇത്തരം ഒരു പ്രസ്താവന പുറപ്പെടുവിച്ചത് ഭയാനകമാണെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു. ഇതൊരു ക്ലിനിക്കല്ല, ജയിലായിരിക്കും. ജീവിതത്തിന്റെ രണ്ടറ്റവും കൂട്ടിമുട്ടാതിരിക്കാനും വൈദ്യുതി മുടങ്ങാതിരിക്കാനും ഞങ്ങൾ കഷ്ടപ്പെടുകയാണ്. എന്നാൽ സർക്കാരിന്റെ ആശങ്ക ഒരു തുണി കഷ്ണത്തിലാണ്, ഒരു കഷ്ണം മുടിയിലാണ്. തെരുവിലേക്ക് ഇറങ്ങി പ്രതിഷേധിക്കാൻ ഒരു ശരിയായ സമയമുണ്ടെങ്കിൽ അത് ഇതാണ്. അല്ലാത്ത പക്ഷം ഇവർ നമ്മളെ പൂട്ടിയിടും. പേര് വെളിപ്പെടുത്താത്ത ഒരു ഇറാനിയൻ യുവതി പ്രതികരിക്കുകയാണ്. ഇങ്ങനെ ഹിജാബ് ക്ലിനിക്കിനെതിരെയും അതിശക്തമായ പ്രതിഷേധം തുടരുമ്പോൾ ഇറാനിലെ ജനത മനുഷ്യന്മാരായി ജീവിക്കാൻ വേണ്ടി പൊരുതുമ്പോൾ ഇന്ത്യയിലെ സ്വാതന്ത്ര്യമുള്ള ജനത, മതേതരത്വമുള്ള ജനത ആ അപ്പിക്കുപ്പായത്തിനകത്തേക്ക് കയറി ഒളിച്ചിരിക്കാൻ ആഗ്രഹിക്കുന്നു. നന്ദി.